ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്നുമില്ല, റീസണൊന്നുമില്ല കേട്ടോ, പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും ഇട്ടില്ല. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ 2-3 ദിവസം മുന്നേ, 2-3 അല്ല, ചൊവ്വാഴ്ച അല്ല ബുധനാഴ്ച എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. അത് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ പറഞ്ഞ റീസണൊന്നുമില്ല, എനിക്ക് വയ്യായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യാനൊന്നും വയ്യാതിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ചൊവ്വാഴ്ച ഇന്നലെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. ഇവിടുത്തെ അയ്യപ്പൻ വിളക്ക്, നമ്മുടെ തൊട്ടമ്പലത്തിലത്തെ അയ്യപ്പൻ വിളക്കായിരുന്നു. നമ്മുടെ ഏട്ടൻ കെട്ടുനിറക്കൊക്കെ പോയ അമ്പലം ഉണ്ടല്ലോ, അവിടുത്തെ അയ്യപ്പൻ വിളക്കായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണത്തിലാണ് കേട്ടോ ഞാൻ. അതാണ് പിന്നെ വീഡിയോ ഇടാനൊന്നും ഒരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ രാത്രിയായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു 10 മണിക്ക് ശേഷമൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് രാവിലെ നീച്ചപ്പോൾ തന്നെ ഒരുപാട് നേരം വൈകി. 7:30 മണിയൊക്കെ ആയിട്ടാണ് നീച്ചത് തന്നെ കേട്ടോ. കാരണം ഇന്നലെ രാത്രി കിടന്നപ്പോൾ 12:30-1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നീച്ചില്ല. നമ്മുടെ കിച്ചൊന്നും സ്കൂളിലേക്കൊന്നും പോകില്ല കേട്ടോ. കാരണം ഞാൻ ഇപ്പം നീച്ചിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ നീച്ചിട്ട് എപ്പോഴാണ് ചോറൊക്കെ കൊടുത്തേക്കണം അവന്. അപ്പോൾ അതുകൊണ്ട് അവൻ സ്കൂളിലേക്ക് പോകില്ല. കാരണം അവനും നീച്ചിട്ടില്ല കേട്ടോ ഇത്ര നേരമായിട്ട്. ആൾ നല്ല ഉറക്കത്തില്ല. ഉറങ്ങാൻ വേണ്ടി നേരം വൈകിയ കാരണം കൊണ്ട് ഒരാൾ പോലും നീച്ചിട്ടില്ല കേട്ടോ. എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇന്നാണെന്നുണ്ടെങ്കിൽ 5 മണിയായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അലാറം വെച്ചിട്ടാണ് കിടന്നതെങ്കിലും അലാറം അടിക്കണതും കേട്ടില്ല. തൊട്ടപ്പുറത്ത് പള്ളി ഉണ്ടല്ലോ, വാങ്ങ് കൊടുക്കണം കേട്ടില്ല. അല്ലെങ്കിൽ ആ ശബ്ദമൊക്കെ കേട്ടിട്ട് ഞാൻ നീക്കാറ് കേട്ടോ. ഇന്ന് അതൊന്നും കേട്ടില്ല, അമ്മാതിരി ഉറക്കമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കിച്ചും തുമ്പിയും ഒന്നും നീച്ചിട്ടില്ല, രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുറ്റടിക്കാമെന്ന് വിചാരിച്ചു. നമുക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറേ നേരം ഉറങ്ങാൻ പറ്റില്ല, എപ്പോഴായാലും നീച്ചിട്ട് പണി തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു 7:30 ആയപ്പോൾ നീച്ചു. അപ്പോഴാണ് നീച്ചത് കേട്ടോ. എന്നിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റൊക്കെ ഇന്നിപ്പോൾ എൻ്റെ പൈപ്പിൽ വെള്ളം വരുന്ന ദിവസമായ കാരണം കൊണ്ട് തന്നെ മുറ്റൊക്കെ നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ മുറ്റൊക്കെ അടിച്ചു വരുന്നത്. ഒടുക്കത്തെ പൊടിയാണ് കേട്ടോ. അപ്പോൾ പൊടി അധികമായിട്ട് വരികയാണ്. എനിക്കൊന്നും മുറ്റം തേക്കണം എന്നൊക്കെ ഉണ്ട്, ചാണകം കൊണ്ട് തേക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ നടക്കില്ല കേട്ടോ. കാരണം അമ്മാതിരി മണ്ണാണ് കേട്ടോ ഇവിടെ. ഇഷ്ടം പോലെ മണ്ണ്, നല്ല മണ്ണ്, പൂഴിമണ്ണ് നിറച്ചുകൊണ്ട്. ഈ മണ്ണിനൊക്കെ മാറ്റിയതിന് ശേഷം വേണമല്ലോ നമുക്ക് മുറ്റമൊക്കെ തേക്കാൻ. അതെന്തായാലും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് മുറ്റം തേക്കലൊക്കെ ക്യാൻസൽ ചെയ്തു കേട്ടോ. കാരണം തിരുവാതിരയൊക്കെയാണല്ലോ വരുന്നത്. മുറ്റമൊക്കെ തേച്ച് വൃത്തിയാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മണ്ണ് ഇങ്ങനെ പാറാൻ തുടങ്ങിയതോടുകൂടെ എൻ്റെ എല്ലാം ഞാൻ ക്യാൻസൽ ചെയ്തു കേട്ടോ. അത്രയും മണ്ണാണ് കേട്ടോ. നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഒടുക്കത്തെ മണ്ണും കാര്യങ്ങളൊക്കെയാണ്, ഒടുക്കത്തെ പൊടിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ തേക്കാനൊക്കെ നല്ല പണിയാണ് കേട്ടോ. മണ്ണൊക്കെ മൊത്തത്തിൽ അടിച്ച് മാറ്റിയിട്ട് വേണം തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ റിസ്ക് എടുക്കണില്ല. അങ്ങനെ ഞാൻ മുറ്റടിച്ച് വാരലും ഒക്കെ കഴിഞ്ഞിട്ട് പൊടിയായിട്ടുള്ളൊരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം, അങ്ങനെ പറയുന്നതായിരിക്കും ശരി, പൊടിയായിട്ടുള്ളൊരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഞാൻ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ തീ കത്തിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയിട്ട് മുറ്റടിക്കലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിക്കുള്ള ചായക്കുള്ളതൊക്കെ മാറ്റിവെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അരി ഇട്ടിട്ടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോഴും എൻ്റെ ഉറക്കക്ഷീണമാണ് വിട്ട് മാറിയിട്ടില്ല കേട്ടോ. നമ്മൾ സമയത്തിന് ഉറങ്ങിയിട്ടില്ല. ഞങ്ങളാണെങ്കിൽ 9 മണി ആ ഒരു ടൈമിൽ ഉറങ്ങണ ആൾക്കാരാണ് കേട്ടോ. നമ്മൾ സമയത്തിന് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം തന്നെ പോക്കായിരിക്കും കേട്ടോ. എൻ്റെ ഒരു കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. ഇനി എല്ലാവരുടെ കാര്യം എനിക്ക് എങ്ങനെ അറിയില്ല, എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് അന്നത്തെ ദിവസമേ പോക്കായിരിക്കും. ഉറക്കം തോന്നിയിട്ടാണ് എല്ലാ ജോലിയും ചെയ്യുക കേട്ടോ. ഉച്ചയ്ക്കൊന്നും ഉറങ്ങാനും എനിക്ക് പറ്റില്ല. ഇന്ന് മുതൽ പ്രാക്ടീസ് തുടങ്ങി തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു മാസത്തിൽ 2-3 പ്രോഗ്രാം ഉള്ള കാരണം കൊണ്ട് തന്നെ ഉറങ്ങാനൊന്നും പറ്റില്ല. ഉച്ചയ്ക്ക് പോകണം, പിന്നെ വൈകുന്നേരത്ത് വരും. അങ്ങനെയൊക്കെയാണ്. ഉറക്കമില്ല, ഒന്നുമില്ല കേട്ടോ. ഒരു ജോലി പോലെ തന്നെയാണ് ഇപ്പോൾ ഇതും. അങ്ങനെ ഞാനിത് അരിയിടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കാപ്പിയും വെച്ചു. ഈ ഒരു സമയത്തൊന്നും കുട്ടികളും മക്കളും ഒന്നും നീച്ചിട്ടില്ല കേട്ടോ. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഏട്ടനാണെന്നുണ്ടെങ്കിൽ പിന്നെ പണിയുള്ള കാരണം കൊണ്ട് ഏട്ടൻ നീച്ചിട്ടൊന്നും ഇല്ല ഇത്ര നേരമായിട്ട്. ആൾ പിന്നെ പോവാറാകുമ്പോഴത്തേന് വേഗം ഓടിപ്പടഞ്ഞ് നീച്ചിട്ട് എല്ലാം ചെയ്യലാണ് പതിവ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിളിക്കാനും പോയിട്ടില്ല. ആദ്യം പോയിട്ടൊന്ന് വിളിച്ചു, പിന്നെ നീക്കണമൊന്നും കാണാനില്ല, അപ്പോൾ ഞാൻ വിളിച്ചില്ല. അങ്ങനെ ഞാൻ കിച്ചുവിനാണെന്നുണ്ടെങ്കിലോ ഉരുളക്കിഴങ്ങ് വറുക്ക് പറഞ്ഞു കേട്ടോ. ഒരു സമയത്ത് നീച്ചിട്ടുണ്ടായിരുന്നു അവൻ. ചോറൊക്കെ വെന്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വറക്കണം കേട്ടോ. അപ്പത്തിന് അവർ നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രാവിലെ നീച്ചിടുമ്പോൾ തന്നെ വിശക്കുകയാണേ പറഞ്ഞു കേട്ടോ. അപ്പോൾ വിശന്നിട്ട് വയ്യ പറഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, കറി ഉണ്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു, കറി ഒന്നും എനിക്ക് വേണ്ടാക്കി ഉരുളക്കിഴങ്ങ് വറുത്തത് മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് വേഗം 2 ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് അരിഞ്ഞ് മസാലയൊക്കെ ആക്കി വറുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തീയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും തീയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് പിന്നെ കരിഞ്ഞ് കരിക്കട്ടായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുപ്പിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചു കേട്ടോ ചട്ടി.
എന്നിട്ട് ഇതാ മെല്ലെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല, വലിച്ചെറിയാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകില്ല. അതുകൊണ്ട് അപ്പോൾ കിച്ചുവിനാണെന്ന് ഇതൊന്നും ആയിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരിക്കുന്നത്. ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ രാത്രി നേരത്തെ കഴിച്ചിട്ട് അമ്പലത്തേക്ക് പോയതാണ് കേട്ടോ. പിന്നെ കുട്ടികൾ 12:30 വരെ ഉറങ്ങാതിരിക്കല്ലായിരുന്നു. അത്ര നേരം ഒന്നും കഴിച്ചിട്ടില്ല, ഐസ്ക്രീമോ അങ്ങനെ എന്തൊക്കെയേ കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് തോന്നുന്നു നേരം വിളിച്ചപ്പോൾ തന്നെ വിശക്കണമെന്ന് പറഞ്ഞിട്ട് നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉരുളക്കിഴങ്ങ് വറുക്കലും കുട്ടികൾക്ക് ഫുഡ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ തിരുമ്പാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇന്നലെ ഡ്രസ്സ്, നമ്മുടെ കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ സെറ്റ് മുണ്ടും അതൊക്കെയാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എന്താ തിരുമ്പാനും അലക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ പ്രോഗ്രാമിൻ്റെ വീഡിയോ നമുക്കിതിൽ ഇടാനായിട്ട് പറ്റില്ല. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. കാരണം ഞാനിങ്ങനെ എന്നും നിങ്ങളുടെ അടുത്ത് പറയും പ്രാക്ടീസ് ഉണ്ട്, പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ പറയാമെന്നല്ലാതെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അതിന് നല്ല സങ്കടമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് വരുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാതെ കേട്ടോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്, നമ്മൾ മിക്സഡ് സോങ് പോലെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ കുറച്ചായിട്ട് ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് കണ്ടോളൂ. അങ്ങനെ ഇടാൻ പറ്റുന്നുള്ളൂ, അല്ലാതെ നമുക്ക് ലോങ് വീഡിയോയിൽ അങ്ങനത്തെ പാട്ട് വെച്ചിട്ടൊന്നും ഇടാനായിട്ട് പറ്റാത്തൊരു കാരണം കൊണ്ടാണ് കേട്ടോ. എല്ലാവരും അതൊന്ന് ക്ഷമിക്കണം. അപ്പോൾ അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനായിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ എന്താ ഞാൻ എന്താ പറയുക, തുണികളൊക്കെ ഒന്ന് തിരുമ്പുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ കിച്ചുവിൻ്റെ ബസ് വന്നിട്ടുണ്ടായിരുന്നു, സ്കൂൾ ബസ്. അപ്പോൾ അവൻ പോയിട്ട് ഞാനിന്നില്ല എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ ഇവർ ഈ ഒരു സമയത്തൊക്കെ തന്നെ നീച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു 8 മണിയൊക്കെ ആയിട്ട് തന്നെ രണ്ടാളും നീച്ചത്. പിന്നെ ഇപ്പം എങ്ങനെ അവനൊക്കെ സ്കൂളിലേക്ക് വിടുക? ഇനിയിപ്പോൾ അത് വിട്ട് കഴിഞ്ഞാലും അവിടെ പോയി കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങിയിട്ടിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്കൂളിലേക്കൊന്നും പറഞ്ഞയക്കാതിരുന്നത് കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ തുണികൾ തിരുമ്പലും കഴിഞ്ഞിട്ടൊന്നുമില്ല, കുറച്ച് കൂടുതൽ തുണികളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സെറ്റ് മുണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തിരുമ്പിയെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി കളർ ഇളകണ വല്ല തുണിയും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പിടിക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ കഞ്ഞിവെള്ളത്തിൽ മുക്കണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഈ സെറ്റ് മുണ്ട് കഞ്ഞിവെള്ളത്തിൽ മുക്കില്ല, നമ്മൾ വടി പോലെ നിൽക്കാൻ എനിക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് കുഴഞ്ഞു കിടക്കണ തുണി തന്നെയാണ് കേട്ടോ എനിക്കിഷ്ടം. അല്ലാത്ത ഞാൻ അങ്ങനെ ചെയ്യാറൊന്നും ഇല്ല കേട്ടോ. എനിക്കറിയുമില്ല, അത് ചെയ്യാറുമില്ല. വീട്ടിലൊക്കെ അമ്മയൊക്കെ ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഞാനൊന്നും ചെയ്യാറില്ല. അങ്ങനെ ഞാനിതാ എല്ലാം തിരുമ്പലും അലക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മളിവിടെ ഒക്കെ വീടൊക്കെ ഒന്ന് ഞാൻ അടിച്ച് വാരി വൃത്തിയാക്കി തുടയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അവരെല്ലാവരും, നമ്മുടെ പ്രോഗ്രാമിൻ്റെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ചിലവർ വീട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നു. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വന്നിട്ട് ഡ്രസ്സ് മാറ്റലും എല്ലാം ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റ് മുണ്ട് കൊടുക്കാനൊന്നും അത്ര വലിയ വശമില്ല ഞങ്ങൾ കുറച്ച് പേർക്ക്. അപ്പോൾ കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും കൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തത്. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആയിരുന്നു. പിന്നെ നമ്മുടെ തൊട്ടടുത്താണല്ലോ അമ്പലം. അപ്പോൾ അതുകൊണ്ടും കൂടി പോകാൻ എളുപ്പത്തിനും കൂടിയാണ് കേട്ടോ എല്ലാവരും കൂടി ഇവിടെ വെക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ആകെ എന്താ പറയുക, ഇന്നലത്തെ ഡാൻസിൻ്റെ ഇതാ തോന്നുന്നു, ആകെ അലങ്കോലമായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി തുടയ്ക്കാൻ തന്നെ വിചാരിച്ചു. എന്നിട്ട് വേണം ബാക്കിയുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കറി വെക്കാനൊന്നും കഴിഞ്ഞില്ല. ഇന്നലത്തെ എന്താ കറി എന്തോ ഇരിക്കുന്നുണ്ട് കേട്ടോ, അതന്നെ ഉള്ളൂ. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, കാരണം 2-3 ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണല്ലോ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും കറി വെക്കാനും ഒക്കെ വാങ്ങിക്കണം, മീൻ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കണം വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ മീൻകാരനാണെങ്കിൽ എത്ര നേരമായിട്ട് കാണാനും ഇല്ല കേട്ടോ, എന്താണെന്നൊന്നും അറിയില്ല, അത്ര നേരമായിട്ട് കാണാനില്ല. ഇനി മീൻകാരൻ വന്നിട്ടുണ്ട് മീൻ എന്തെങ്കിലും മേടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ നടക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഇതാ എൻ്റെ തുടയ്ക്കലും അകമൊക്കെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ തുടയ്ക്കലും അടിക്കലും ഒക്കെ കഴിഞ്ഞ് ഒരു ആശ്വാസത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ. അത്രയും ഉറക്കം വന്ന ക്ഷീണത്തിലുമാണ്, അതാണ് മെയിൻ. അതിനിടെ കൂടെ ഈ ജോലികൾ ഒരു ഭാഗത്ത് കിടക്കണം എന്ന് മാത്രമേ ഉള്ളൂ ചിന്ത കേട്ടോ. അങ്ങനെ ഇതാ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുമ്പിക്കുട്ടീനെ അംഗനവാടിക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അവളവിടെ പോയി നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.